പൗരോഹിത്യം ആരംഭിക്കുന്നത് അനുസരണത്തിൽ നിന്നാണ്. പൗരോഹിത്യം വളരുന്നത് ആത്മസമർപ്പണത്തിൽ നിന്നാണ്. ഇത് രണ്ടും ഒന്നിച്ച് നിർവഹിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു മാതൃകയാണ് മറിയം. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ നിർവഹിക്കട്ടെ. കുർബാന ചെല്ലുന്ന അച്ഛന്മാർ ഒരിക്കലും മറക്കാതെ ഓർക്കേണ്ട ഒരു വചനം യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലുണ്ട്. മറിയം പറഞ്ഞ വാക്കുകളാണ്. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. നിനക്ക് തോന്നിയതുപോലെയല്ല, അവൻ എന്താണോ പറയുന്നത്. കനായിലെ കല്യാണ വിരുന്നിൽ നല്ല വീഞ്ഞ് വിളമ്പിയപ്പോൾ കലവറപ്രമാണി ചെറുക്കനോട് ചോദിച്ചൊരു ചോദ്യം, ഇത് എവിടെ നിന്ന്? ഇവിടെ മനോഹരമായിട്ടുള്ളൊരു മറുപടി ഉണ്ട്. വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും. ഈ വെള്ളം കോരി ഭരണികൾ നിറച്ച പരിചാരകരുടെ ദൗത്യമാണ് നമുക്കുള്ളത്. നമ്മുടെ ദൗത്യം അതാണ്. വെള്ളം കോരി ഭരണികൾ നിറച്ച, വക്കുവോളം നിറച്ച പരിചാരകരെ. സഭയുടെ അഭിവൃദ്ധി, സഭയുടെ വളർച്ച, സഭയുടെ ദൗത്യബോധം അത് കൂടുതലും ജനങ്ങൾക്ക് നമ്മൾ അവൈലബിൾ ആകുമ്പോഴാണ്. വെള്ളം കോരി നിറയ്ക്കുന്ന പരിചാരകരെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവ് നമുക്ക് നൽകിയ കൽപ്പന നമ്മൾ മറക്കരുത്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി സർവ മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇന്ന് കേരള സഭ, സിറോ മലബാർ സഭ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കൊതു വളരാൻ നമ്മൾ അനുവദിക്കരുത്. ഈ വെള്ളം പ്രേക്ഷിത മേഖലകളിലേക്ക് തിരിച്ചുവിടണം. ഞാൻ ഈ ആലുവ സെമിനാരിയിൽ എപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. അന്നത്തെ മിഷണറിമാർ എത്ര ദൂരക്കാഴ്ചയുള്ളവരായിരുന്നു. ഇവിടെ നിന്ന് ആദ്യം തുടങ്ങിയ പ്രസിദ്ധീകരണം പ്രേക്ഷിത കേരളമായിരുന്നു. പ്രേക്ഷിത കേരളം എന്ന പേരിലെ നിങ്ങൾ തുടങ്ങിയ ഒരു ശുശ്രൂഷ, ആ ശുശ്രൂഷ എത്ര മനോഹരമായിട്ട് കേരളത്തെ കുത്തിമറച്ചു. എത്രയോ കുഞ്ഞുങ്ങൾക്ക് വൈദിക വൃത്തിയിലേക്ക് ആകർഷണവും സമർപ്പണ ജീവിതത്തിലേക്ക് ആകർഷണവും കൊടുത്തു. അതുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ മനോഹാരിത ഈ പള്ളിക്ക് കെട്ടിടത്തിൻ്റെ ഭംഗിയിലല്ല, അടിത്തറയിലാണ്. നമുക്കതിലേക്ക് വളരാൻ പരിശ്രമിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും ഈ സെമിനാരിയുടെ ഏറ്റവും വലിയ കാവലി, ഞാൻ ഈ അൾത്താരയുടെ മുകളിലുള്ള രൂപത്തെ ഇപ്പോഴും നോക്കാറുണ്ട്, മാർ യോസേപ്പ് പിതാവുമാണ്. ഒരുപക്ഷെ ഈ സെമിനാരിക്ക് മാർ യോസേപ്പ് പിതാവിൻ്റെ പേര് കൊടുത്തത് നമ്മുടെ ബ്രഹ്മചര്യം എത്ര വിലപ്പെട്ടതാണെന്നും നമ്മുടെ വിനയാന്വിതമായ അനുഗമനം എത്ര പരമപ്രാധാന്യമാണെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ്. Priesthood is not a domination, it is an accompaniment.